അനുദിനമന്ന. നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം നിത്യമായ സന്തോഷം. വായനയ്ക്കുള്ള ഭാഗം യെശയ്യാവ് അധ്യായം 35. യെശയ്യാവ് 35 അധ്യായം 10 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സന്തോഷിപ്പീൻ. എന്തെന്നാൽ ക്രിസ്തുവിന്റെ നിത്യ സന്തോഷം നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യത്തിന്റെ വെല്ലുവിളികളെ മറികടക്കുന്ന യഥാർത്ഥ സന്തോഷമാണിത്. പ്രിയ മകനെ, മകളെ, നിന്റെ സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും പൈശാചിക ശക്തികളുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാകൂ. മനുഷ്യരുടെ രഹസ്യ അജണ്ടകളെ തിരിച്ചറിയാൻ ശക്തിയുള്ള ദൈവമാണ് ഇന്ന് നിന്നോടൊപ്പം ഉള്ളത്. കർത്താവിന്റെ സന്തോഷം വരുന്നത് പുറമേ നിന്നല്ല, മറിച്ച് യേശു ക്രിസ്തുവുമായുള്ള സ്ഥിരതയുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ആക്കിയുള്ളതാണ്. നമ്മുടെ ജീവിതം അവനിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ദുർബലമായ താഴ്ചകളിലേക്ക് മുങ്ങാതെ ബുദ്ധിമുട്ടുകളിലൂടെ നടക്കാനും വഞ്ചനാപരമായ ഉയരങ്ങളിലേക്ക് നീങ്ങാതെ നിയന്ത്രിക്കാനും യേശു നമ്മെ സഹായിക്കും. ക്രിസ്തുവിനൊപ്പം ജീവിക്കുന്നതിന്റെ സന്തോഷം നമ്മുടെ സാഹചര്യങ്ങൾ എത്ര ഉയർന്നതായാലും താഴ്ന്നതായാലും നിരന്തരമായ സമനിലയിൽ നമ്മെ നിലനിർത്തും. അതാണ് നമ്മുടെ ശക്തി. നിങ്ങൾക്ക് ബലഹീനത അനുഭവപ്പെടുമ്പോൾ സന്തോഷിക്കൂ. സ്തോത്രം. കാരണം ദുർബലരെ ശക്തരാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പാപിയെ പോലെ തോന്നുമ്പോൾ സന്തോഷിക്കൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ സന്തോഷം നമ്മിൽ നിറയും, നമ്മെ ശക്തരാക്കും. നമ്മളെ വിളിക്കുന്നതെന്തും ചെയ്യാൻ നമ്മെ മുന്നോട്ട് നയിക്കും. യേശുവിൽ ആശ്രയിക്കുക. എല്ലാ എതിർപ്പുകളെയും വേദനകളെയും പരാജയപ്പെടുത്തുന്ന ഒരു സന്തോഷമാണിത്. ഈ സന്തോഷം കൂടുതൽ ആഴത്തിൽ പോകുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ നിറയുന്ന സന്തോഷമാണ്. ജീവിതം മങ്ങിയതായി തോന്നുമ്പോഴും ദുഷ്ടന്റെ മിഥ്യാധാരണകളെ മറികടന്ന് ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹീത വാഗ്ദാനങ്ങൾ കാണിക്കുന്നു. പ്രോത്സാഹിക്കപ്പെടൂ. കാരണം ക്രിസ്തുവിൽ അന്തർലീനമായ ആത്മാവിന്റെ ശക്തിയിലൂടെ ലോകത്തിന് നമുക്ക് നൽകാനോ എടുക്കാനോ കഴിയാത്ത സന്തോഷം ഉദാരമായും സ്വതന്ത്രമായും നൽകുന്നു. ചോദിക്കുക, നമുക്ക് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. യേശു ക്രിസ്തു തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. അവനെ അറിയുന്നതിൽ മാത്രം കാണുന്ന ഒരു സമ്മാനം. ക്രിസ്തുവിന്റെ നിത്യ സന്തോഷം സ്വീകരിക്കാനും ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി ഒഴുകാനും നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ പുതിയ പ്രഭാതം കാണാൻ ഞങ്ങൾക്ക് ജീവൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. എന്തെന്നാൽ ഇന്ന് സകല മേഖലയിലും ദുഷ്ടാത്മശക്തികളുടെ പ്രവർത്തനം ശക്തി പ്രാപിച്ചു വരുന്നു. കർത്താവെ, നീ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അവിടുത്തെ മഹാകരുണ ഞങ്ങളുടെ മേൽ അയക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ, ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണം.